റമദാന് മുൻപ് ഒരു വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി പലയിടത്തും ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. പാരീസിലും ഖത്തറിലും ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും യാതൊരുവിധ പുരോഗമനവും ചർച്ചയിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹമാസ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 700 ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ബന്ദികളിലെ മുതിർന്നവരെയും വനിതാ സൈനികരെയും വിട്ടയക്കാമെന്നാണ് ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഷഹന, തീർച്ചയായിട്ടും കുറെ കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നലുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും റമദാന് മുമ്പ് തന്നെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ വേണ്ടി തിരക്കിട്ട നീക്കങ്ങൾ നടത്തിയിരുന്നു. പാരീസിൽ, ദോഹയിൽ, തുടർന്ന് കെയ്റോയിൽ, ഈ മൂന്നിടങ്ങളിലായിട്ട് നടന്ന ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും കെയ്റോയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കാതിരുന്നത് മൂലമാണ് ആ ഒരു ചർച്ചാ നീക്കം പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം, ഇതിന്റെ ആദ്യം തുടക്കത്തിൽ നെതന്യാഹു ഉന്നയിച്ചിരിക്കുന്ന പ്രതികരണം ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാത്ത നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാണ്. പക്ഷേ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നു. എന്തായാലും ഇസ്രായേൽ കെയ്റോയിലേക്ക് സംഘത്തെ അയക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകൾ ഇസ്രായേലുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ആന്റണി ബ്ലിങ്കന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പിന്നിട്ട ദിവസങ്ങളിലൊക്കെ അമേരിക്കയും മറ്റു വൻശക്തി രാജ്യങ്ങളുമൊക്കെ ശക്തമായിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നാസർ, കഴിഞ്ഞ തവണ ഇസ്രായേൽ പ്രതിനിധിയെ അയക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞിരുന്നത് ബന്ദികളുടെ മുഴുവൻ ലിസ്റ്റും തങ്ങൾക്ക് ലഭിക്കണം, ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ മുഴുവൻ പേര് വിവരങ്ങളും തങ്ങൾക്ക് ലഭിക്കണമെന്നാണ്. എന്നാൽ വെടിനിർത്തൽ കരാറിലെത്താതെ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റും നൽകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ കടുംപിടുത്തത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഷഹന, തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സമ്മർദ്ദം, പ്രത്യേകിച്ച് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കിയിരിക്കുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, അതോടൊപ്പം തന്നെ US സെനറ്റിലെ ഇസ്രായേൽ പക്ഷപാതികളായിട്ടുള്ള സെനറ്റർമാർ വലിയൊരു വിഭാഗം ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, നെതന്യാഹു സർക്കാരിനെ അട്ടിമറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറന്തള്ളിക്കൊണ്ടൊരു പുതിയ സർക്കാർ വരണമെന്ന് പോലും ചുക് ഷുമറിനെ പോലുള്ള ഏറ്റവും സെനറ്റിലെ ഉയർന്ന നേതാവ് പോലും ഒരു പ്രതികരണം വരുത്തിയ ഒരു സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദം ഇസ്രായേൽ നേരിടുന്നു. അതിന് പുറമെയാണ് ഈ ബന്ദികളുടെ മോചനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അവർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തങ്ങൾ അനുവദിക്കുകയില്ല എന്ന അർത്ഥത്തിൽ ബന്ദികളുടെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, ഇത്തരം രണ്ട് ഘടകങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു പുനർവിചിന്തനത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകും എന്നറിയണമെങ്കിൽ ഇസ്രായേലിലേക്ക്, കെയ്റോയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കുകയും ഇസ്രായേലിന്റെ നിലപാട് അവിടെ വ്യക്തമാക്കപ്പെടുകയും ചെയ്യേണ്ടത്. ഏതായാലും ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ മോചനത്തിന് ചില ഉപാധികൾ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഗസയിൽ നിന്ന് ഈ സൈന്യം പിന്മാറുന്ന തീയതി പ്രഖ്യാപിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ യുദ്ധം എന്ന് അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീയതി അറിയിക്കേണ്ടി വരും. ഈ കാര്യങ്ങളിൽ വലിയൊരു അകൽച്ചയുണ്ട് ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ. പക്ഷേ അത് പരിഹരിക്കാൻ തങ്ങളാലാകും വിധമുള്ള എല്ലാ നീക്കവും നടത്തുമെന്നാണ് ഇതാദ്യമായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഒരു പക്ഷേ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകും. അതല്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുമെന്ന പറഞ്ഞതുപോലെ തന്നെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗസയിൽ ആക്രമണം ശക്തമാണ്. ഈ റമദാൻ രാവിൽ പോലും, റമദാൻ ദിവസങ്ങളിൽ പോലും ആക്രമണം അതിശക്തമായി ഇസ്രായേൽ തുടരുന്നുമുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ആക്രമണം തുടരുന്നത്? റഫേൽ ആക്രമണത്തിൽ, കരയാക്രമണത്തിലേക്ക് തങ്ങൾ പോകും, അതിനുള്ള പദ്ധതികൾ തയ്യാറാണ്, അതിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ആക്രമണത്തിന്റെ ഒരു രീതി ഇപ്പോഴെങ്ങനെയാണ്? അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ ഇപ്പോഴുള്ള കടന്നാക്രമണവും കുടിയേറ്റക്കാരുടെ അതിക്രമവും ഒക്കെ എങ്ങനെയാണ്? പക്ഷേ അതിൽ നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട ദിവസങ്ങളിൽ, പിന്നിട്ടപ്പോൾ 24 മണിക്കൂറിനോട് 149 പേരാണ് കൊല്ലപ്പെട്ടത്, 314 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആക്രമണത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു കുറവ് വന്നിട്ടില്ല. അത് മാത്രമല്ല, മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുകയുമാണ്. റഫേലിലേക്ക് പോലും ആക്രമണം വ്യാപിപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ ആക്രമണത്തിലേക്ക് തങ്ങൾ വരുമെന്ന് യോബ് ഗാലന്റ് പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു. ആ നീക്കവും നടക്കുന്നുണ്ട്. അതിലപ്പുറം അല്പം മുമ്പ് ഇന്ന് രാത്രി വീണ്ടും
വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്ന ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ്. കാരണം 21 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 160-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഇതേ കുവൈത്ത് റൗണ്ട് അബൌട്ടിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ വെടിവെപ്പിൽ 400 പേരാണ് കൊല്ലപ്പെട്ടത്. അത് മാത്രമല്ല 600-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിലുള്ള ഒരു ജനകീയ രോഷം ലോകത്തുടനീളം രൂപപ്പെടുത്തുകയും ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരെ ഇவ்விധത്തിൽ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര മര്യാദകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. അതിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും പ്രതികരണവും ലോകരാജ്യങ്ങളിൽ നിന്നും UN നിന്നും രൂപപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ജനങ്ങൾക്ക് നേരെ ഏറ്റവും നിസ്സഹായരായിട്ടുള്ള ഭക്ഷണം കിട്ടാത്ത, വെള്ളം കുടിക്കാത്ത, മരുന്ന് ലഭ്യമല്ലാത്തൊരു ജനതയ്ക്ക് നേരെ വീണ്ടും അതിശക്തമായിട്ടുള്ള ആക്രമണം തുടരുന്ന രീതി തന്നെയാണ് ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും ഹൃദയഭേദകമായ, ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ ഷാന സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗങ്ങളിലും അതിക്രമങ്ങൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏതാണ്ട് 80,000-ലധികം വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്ക് എത്തിയത്. പക്ഷേ ഒക്കെയും 50 വയസ്സ് മാത്രമാണ് അവിടെയൊക്കെ കടത്തിവിടുന്നത്. 40 വയസ്സും അതിന് ചുവടെയുള്ളവരുമായ ആരെയും കടത്തിവിടാത്ത ഒരു അതിശക്തമായിട്ടുള്ള നിയന്ത്രണം തുടരുന്നുണ്ട്. പക്ഷേ ഈ നിയന്ത്രണം ഭേദിക്കണമെന്നും അതിശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് വെസ്റ്റ് ബാങ്ക് മേഖലയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷഹന.